ചെയ്യില്ലെന്ന് പറയാം. അബദ്ധത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇനി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഗ്ലാസ് സെപ്പറേറ്റ് ഇടുക, ഫുഡ് വേസ്റ്റ് സെപ്പറേറ്റ് ഇടുക. ഈ ഇരിക്കുന്ന ഓറഞ്ച് ബക്കറ്റിലാണ് ഫുഡ് വേസ്റ്റ് ഇടേണ്ടത്. അപ്പൊ DP വേൾഡ് ദുബായ് പോർട്ടും കൊച്ചിൻ പോർട്ടും സംയുക്തമായി 3300 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബിസിനസ് സാമ്രാജ്യമാണ് ഈ കാണുന്നത്. വല്ലാർപാടം ഇന്റർനാഷണൽ കണ്ടെയ്നർ ടെർമിനലാണത്. 33 വർഷത്തെ കാലത്തേക്ക് കോൺട്രാക്ട് എടുത്തിട്ട് ദുബായ് പോർട്ടും കൊച്ചിൻ പോർട്ടും സംയുക്തമായിട്ടാണ് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 11 വർഷം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിൻ പോർട്ടിന്റെ കൈകളിലാവും. ദുബായ് പോർട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ വളരെ സുഗമമായിട്ട് നല്ല ലാഭത്തിൽ തോടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ കയ്യിലെത്തിക്കുമ്പോഴത്തേക്ക് കൊടിയും സമരവും എന്താണെന്ന് ഒരു വൃത്തില്ല. ഓക്കെ, ഇനി ഇവിടെ കാണുന്നത് ലാൻഡ് ഹൈ ലൈൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൻ ലൈൻ ഷിപ്പാണ് ഈ കാണുന്നത്. ഏകദേശം 2000-ഓളം കണ്ടെയ്നേഴ്സ് ആണ് ഇതിനകത്ത് അടുക്കി വെച്ചിരിക്കുന്നത്. ഇതിന്റെ 10 ഇരട്ടിയോ അല്ലെങ്കിൽ 8 ഇരട്ടിയോ വലിപ്പമുള്ള MSC എന്ന് പറയുന്ന ഒരു വലിയൊരു കമ്പനിയുടെ ഒരു ഷിപ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയുണ്ടായി. മദർ ഷിപ്പായിരുന്നു അത്. 14,000 കണ്ടെയ്നേഴ്സ് ആണ് അതിൽ കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് ബാക്കിൽ മറ്റൊരു ഷിപ്പുണ്ട്, ഏകദേശം 1600-ഓളം കണ്ടെയ്നേഴ്സ് ക്യാരി ചെയ്യാൻ പറ്റുന്ന. ഈ വെള്ളത്തിന് മുകളിൽ കാണുന്ന പോലെ തന്നെ വെള്ളത്തിന്റെ അടിയിലേക്കും ഡ്രാഫ്റ്റ് ആയിട്ടും കണ്ടെയ്നേഴ്സ് ക്യാരി ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത്രയും കണ്ടെയ്നേഴ്സുകൾ കൊണ്ടുവന്നത്. പല രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഐറ്റംസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മാർബിൾസ്, ഫിഷ്, മെഡിസിൻസ്, കോസ്മെറ്റിക് ഐറ്റംസ് അടക്കമുള്ള സംഗതികൾ ഇവിടെ വരാറുണ്ട്, ഇവിടെ നിന്ന് പോകാറുണ്ട്. ഇനി തൊട്ട് ബാക്കിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള തീർത്ഥാടന കേന്ദ്രം വല്ലാർപാടം ചർച്ച്, വല്ലാർപാടം പള്ളി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇനി നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു 4 കെട്ട് മാതൃകയിൽ ഒരു ബിൽഡിംഗ് കാണാം നിങ്ങൾക്ക്. അതാണ് കൊച്ചിൻ പോർട്ടിന്റെ അഡ്മിനിസ്ട്രേഷൻ ഓഫീസാണ് കാണുന്നത്. അതിന്റെ മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന റഡാറാണ്. ആ ഗ്ലാസിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒരു കടലിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തൊട്ട് ബാക്കിൽ കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടലാണ് കാണുന്നത്. ഒരു ഫ്ലാറ്റിന്റെ മോഡൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ കോർണറിലായിട്ട്? ഏതായിരുന്നു കേരളത്തിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടല്? മലബാർ ഹോട്ടല്. പിന്നീട് താജ് ഗ്രൂപ്പ് എടുത്തു, താജ് മലബാർ, ഇപ്പോൾ താജ് വിവാൻഡ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, നമ്മുടെ ക്യാപ്റ്റൻ നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇത്രയും അടുത്തുകൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ നമ്മൾ കുറച്ച് മാറിയാണ് പോകുന്നത്. മാക്സിമം നമുക്ക് കുറച്ച് സ്ഥലങ്ങളും കൂടി പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മൾ സീ മൗത്തിലേക്ക് എത്തും. പിന്നെ നമ്മൾ കുറച്ച് സമയം കടലിലായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യകാലത്തിന് ശബ്ദം നൽകാൻ ക്ഷണിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ മെലഡിയുമായി എത്തുന്ന ഷിനോജ്.
കീഴിൽ